സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലർ. ആദ്യമായിട്ട് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ഈ ചാനലിൻ്റെ പേരിലും അതേപോലെ എൻ്റെ പേരിലൊക്കെ എന്തൊക്കെയോ ഫേക്ക് ഐഡീസ് ടെലിഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള ഫേക്ക് ഐഡീസുമായിട്ട് ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇടപാട് നടത്തുന്നത് ഞാനുമായിട്ടല്ല എന്നത് പ്രത്യേകം ഓർമ്മിക്കുക. ഇപ്പോൾ എസ്പെഷ്യലി കാശ് കൊടുക്കുന്നതോ വാങ്ങുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണൽ രേഖകൾ നൽകുന്നതോ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്നും ഒരു കാരണവശാലും കാശോ രേഖകളോ നൽകാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ 7909140135 എന്നുള്ളതാണ് എൻ്റെ ഫോൺ നമ്പർ. നേരിട്ടൊന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഞാനാണെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റും. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 7909140135. ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഞാൻ ഇത് മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ട്രേഡേഴ്സ് അരീന എന്ന പേരിൽ ടെലിഗ്രാമിൽ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 7000 ആൾക്കാർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ആക്ടിവിറ്റീസാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിലുള്ള അംഗങ്ങളോട് അവർ കാശും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അത്ര ചതിക്കുഴികളിൽ ചെന്ന് പെടരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു സൂപ്പർ ഓഫർ കൊടുക്കുന്നുണ്ട്. കാരണം കൂടുതൽ ആൾക്കാർക്ക് അതിനകത്തേക്ക് വന്നെത്താനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു അടിപൊളി ഓഫറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകളെല്ലാം തന്നെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് റാസ് ലെവൽസ് കിട്ടാനുള്ള ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റിലെ ഹൈലൈറ്റ്സ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നിഫ്റ്റിയും സെൻസെക്സും പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിഫ്റ്റി എനർജിയും നിഫ്റ്റി ഇൻഫ്രയുമാണ് റാലി മുന്നോട്ട് കൊണ്ടുപോയത്. ദെൻ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും 17 പൈസ ഇടിഞ്ഞിരിക്കുകയാണ്. 83 രൂപ 60 പൈസ വരെ ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം. ദെൻ മേഗ എഞ്ചിനീയറിങ്ങിന് ഒരു ന്യൂക്ലിയർ പവർ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. കർണാടകയിലാണത്. 12,800 കോടിയുടെ ഒരു പ്രൊജക്റ്റാണിത്, ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റ്. ദെൻ നിഫ്റ്റി അതിൻ്റെ മുന്നേറ്റം തുടരുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ന് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് കുതിച്ചു കയറുകയാണ്. നിങ്ങളുടെ കീശയിലേക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് തപ്പി നോക്കുക. കീശയിൽ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ്, അതായത് US മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 23,793 ട്രേഡിംഗ് നടക്കുന്നത്. 68 പോയിന്റ് റെഡിലാണ്. നിക്കി 493 ഗ്രീനിലാണ്. ഹാങ്സങ് 17 പോയിന്റ് ഗ്രീനിലാണ്. ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. 220 പോയിന്റിൻ്റെ അപ് ഡൗൺ മൂവ്മെൻറ്റ് അഥവാ ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 23,723 നിന്നും 145 പോയിന്റ് ഗെയിൻ നേട്ടമുണ്ടാക്കിക്കൊണ്ട് 23,869 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50-ലുള്ള 50 സ്റ്റോക്കുകളിൽ 26 ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 24 നഷ്ടത്തിലാണ് അവസാനിച്ചത്. പ്രധാനപ്പെട്ട ലാഭം ഉണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇന്ന് 3.88% പ്രോഫിറ്റ് ഉണ്ടാക്കി. ഭാരതി എയർടെൽ, അൾട്രാടെക് സിമെന്റ്, ഗ്രാസിം തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ നിന്ന് മുന്നേറ്റം ഉണ്ടാക്കിയ സ്റ്റോക്കുകൾ. അപ്പോളോ ഹോസ്പിറ്റൽ, M&M, ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും നഷ്ടവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഈ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 298 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ഈ മാസം ജൂൺ മാസത്തിൽ 531 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 1.82% കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലോസിംഗ് 14.05 നോർമൽ CPR ആയിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടില്ല. ഇത് രണ്ടാമത്തെ ദിവസമാണ് സംഭവിക്കുന്നത്. സോ അടുത്ത ദിവസം സ്വാഭാവികമായിട്ടും പ്രൈസ് ആക്ഷന് ക്രോസ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും. കാരണം നാളെ മന്ത്ലി എക്സ്പയറിയാണ് നിഫ്റ്റിയുടെ സ്റ്റോക്ക് ഓപ്ഷൻസിൻ്റെ ഒക്കെ ആയിട്ട്. ദെൻ ബാങ്ക് നിഫ്റ്റി 217 പോയിന്റിൻ്റെ ലാഭത്തോടു കൂടി അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തോടുകൂടി 52,871 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി 73 പോയിന്റ് മുന്നേറ്റത്തിൽ 23,593 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 580 പോയിന്റ് ലാഭത്തിൽ 78,674 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 46 പോയിന്റ് നഷ്ടത്തിൽ 12,251 ക്ലോസ് ചെയ്തു.
ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $80.8 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റും കുറയാണ് ചെയ്തിട്ടുള്ളത്. $2306 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ മോശമായ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷത്തിനിടയിൽ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് ഇടിഞ്ഞെത്തിയിട്ടുണ്ട്. 83 രൂപ 57 പൈസയാണ് ഒരു US$ന്റെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 19,920 കോടിയുടെ ബൈങ്ങും 23,456 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 3,535 കോടിയുടെ ലാഭമെടുപ്പാണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 18,342 കോടിയുടെ ബൈങ്ങും 13,238 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 5,103 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,568 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഇനി ഈ മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 5,598 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. അതേസമയത്ത് 25,580 കോടിയുടെ ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിട്ടുള്ള. മൊത്തത്തിൽ 19,982 കോടി രൂപ ഇന്ത്യ മാർക്കറ്റിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പമ്പ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് 1.6% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി IT, ഓട്ടോ, റിയാലിറ്റി, മെറ്റൽ ഇതെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ETF നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ഫാർമ ബീസ്, ബാങ്ക് ബീസ് ഈ 3 ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതേസമയത്ത് IT ബീസ്, ഗോൾഡ് ബീസ്, ഓട്ടോ ബീസ് ഇതെല്ലാം ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ റിലയൻസ് ഇന്ന് 3.88% ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ വേദാന്ത ലിമിറ്റഡ് 2.65% ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി. റിലയൻസ്, ഭാരതി എയർടെൽ, അൾട്രാടെക് സിമെന്റ്, ഗ്രാസിം, AU ബാങ്ക്, ബ്രിട്ടാനിയ, സൺഫാർമ, NTPC, ICICI ബാങ്ക്, അദാനി പോർട്സ്, ബജാജ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ പ്രധാനമായ നല്ല ഉയർന്ന ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ വേദാന്ത ലിമിറ്റഡ്, അപ്പോളോ ഹോസ്പിറ്റൽ, ഭാരത് ഫോർജ്, എമാൻറ്റം, ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ, ഓറോ ഫാർമ, HDFC AMC, ഹിൻഡാൽകോ, REC ലിമിറ്റഡ്, ജിന്ദാൽ സ്റ്റീൽ, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1032 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1269 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 1.27 ആണ്, സൂപ്പർ ബുള്ളിഷ് ആണ്. 23,869 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 7 പോയിന്റ് താഴെയായിട്ട് 23,862 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. 24,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 1,52,00,000 കോളാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുള്ളത്. 23,500 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത്. 1,31,00,000 പുട്ടും ഇവിടെ റേറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.32 സൂപ്പർ ബുള്ളിഷ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. സ്പോട്ട് പ്രൈസ് 52,871 അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 10 പോയിന്റ് മാത്രം മുകളിലായിട്ട് 52,880 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. 53,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത്. 19,00,000 കോളാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുള്ളത്. 52,500 13,00,000 പുട്ടും റേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ പേരുകളൊന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഗ്ലോബൽ ഇവന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ USA ബാങ്ക് സ്ട്രെസ് ടെസ്റ്റ്, UK കാർ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ, ജപ്പാൻ റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, ഇറ്റലി ബിസിനസ് കോൺഫിഡൻസ്, യൂറോ ഏരിയ M3 മണി സപ്ലൈ ഇയർ ഓൺ ഇയർ. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഞങ്ങളുടെ ഇൻട്രാഡേ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 14 ട്രേഡിൽ നിന്നായിട്ട് 1:2.63 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 2.51% അഥവാ 15,046 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 3.9% പ്രോഫിറ്റ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 1.5% പ്രോഫിറ്റിലാണ്, ലോസിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 1.5% പ്രോഫിറ്റാണ്. മിഡ് ക്യാപ്പ് 1.9% പ്രോഫിറ്റിലാണ്. സെൻസെക്സ് ആണ് അടിപൊളിയായത്. 10.9% ഒരു പ്രോഫിറ്റാണ് ഇന്ന് കിട്ടിയത്. സ്റ്റോക്ക് ഓപ്ഷൻസ് ഇതിൽ ഇന്ന് നെഗറ്റീവിലാണ്, ലോസിലാണ് ക്ലോസ് ചെയ്തത്. 1.8%. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ ഞങ്ങൾ 25.77% പ്രോഫിറ്റാണ് ഉറപ്പാക്കിയിട്ടുള്ളത്. നിഫ്റ്റി ഓക്കെയാണ്, 10% കൂടുതൽ വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 5% മാത്രമേ ഉള്ളൂ. അത് ഒരു ബ്രേക്ക് ഈവൻ ആയി എന്നേ പറയാൻ പറ്റുള്ളൂ. ലാഭമില്ല, നഷ്ടമില്ല. ഫിൻ നിഫ്റ്റിയിൽ 26% ഉണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 9% ഉണ്ട്. മിക്കവാറും 10ന്റെ മുകളിലെത്താണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് എന്ന് പറയാം. ഇനിയും 2-3 ദിവസം ഉണ്ടല്ലോ. സെൻസെക്സ് 59% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 43% വന്നിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല മുന്നേറ്റം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. റാസ് ലെവൽസിന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയിൽ നിങ്ങൾ ആവശ്യം പോലെയുള്ള റാസ് ലെവൽസ് വരച്ചോളണം എന്നുള്ളത്. എന്തായാലും മറ്റൊന്നും നോക്കാനില്ല. ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പറഞ്ഞിരുന്ന 52,996. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് ഇങ്ങോട്ട് നോക്കി എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് ആ ലെവലിലേക്ക് വന്നിരിക്കുന്നതെന്ന്.
കൃത്യമായിട്ടും അവിടെ വന്നു, അവിടെ ഒന്ന് ടച്ച് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോയി. സൂപ്പറായിട്ട് റാസ് ലെവൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ടച്ച് ചെയ്തു, മാർക്കറ്റ് തിരിച്ച് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നോക്കാം നാളെ എങ്ങനെയാണ് സംഭവിക്കുന്നത്. 52,996 53,000 ബാങ്ക് നിഫ്റ്റി ഇന്ന് ടച്ച് ചെയ്തില്ല. അതിന് മുൻപേ തന്നെ 52,996 ലെവലിൽ ഇന്ന് റിജക്ഷനായി താഴോട്ട് വന്നു. ഓവറോൾ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ആണെങ്കിൽ 23,777 ആയിരുന്നു നമ്മുടെ പ്രതീക്ഷ. അതെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് മാർക്കറ്റ് കയറുകയാണ്. ഈ മാസത്തെ ഫൈനൽ ടാർഗറ്റായ 24,404 ടച്ച് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഈ പോക്ക് കണ്ടിട്ട് ഈ ഒരു 3 ക്യാൻഡിൽസിൻ്റെ ഒരു ഫോർമേഷൻ ഒരു പ്രത്യേക പേരുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതറിയാമെങ്കിൽ ഇതാ ഈ സെൻസെക്സിലും നിഫ്റ്റിയിലും വന്നിരിക്കുന്ന ഈ ഒരു ഫോർമേഷന് പ്രത്യേകം ഒരു പേരുണ്ട്. ഇത് ഈ ഒരു ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിഗ്നൽസ് എന്തൊക്കെയാണ് മാർക്കറ്റ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ 2 കാര്യമാണ്. ഒന്ന്, നിങ്ങളുടെ അറിവ്, നിങ്ങൾക്ക് അറിയാമെന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവും. രണ്ടാമത്തത്, അറിയാത്ത ഒത്തിരി പേർക്ക് അത് മനസ്സിലാക്കാനും സാധിക്കും. സോ ഇങ്ങനെയുള്ള 3 ഗ്രീൻ ക്യാൻഡിൽസിന് ഒരു പ്രത്യേക പേരുണ്ട്. അതെന്താണ് എന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, ദെൻ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ എല്ലാ ടാർഗറ്റും അത് അച്ചീവ് ചെയ്തിട്ട് പിന്നെയും പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയാണ് ഏറ്റവും അപാരമായ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 53,000 എത്തി. 49,000 ഈ ഇടയ്ക്ക് ഉണ്ടായതാണ്, ഒരു 3-4 ദിവസം മുൻപ് ഉണ്ടായതാണ്. 53,000 നിൽക്കുകയാണ്. ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഒരു പവറാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരൊറ്റ മൂവ്മെൻറ്റിൽ തന്നെ ഓൾമോസ്റ്റ് ക്യാപിറ്റൽ ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ടാകും. ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത ആൾക്കാർക്ക്, അല്ലാത്തവർക്ക് ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും. ശരിക്കും ഉപയോഗിക്കുന്നവർക്ക് നല്ല ഒരു പൊട്ടൻഷ്യൽ, അതിൻ്റെ ആ ഒരു പവർ മനസ്സിലാക്കി യൂസ് ചെയ്യുന്നവർക്ക് വളരെ മനോഹരമായിട്ട് ലാഭം എടുക്കാൻ ഓപ്ഷൻ ട്രേഡിങ്ങിൽ സാധിക്കും. ഓപ്ഷൻ ട്രേഡിങ്ങിൽ നഷ്ടപ്പെട്ട കാശ് വേറെ എവിടെയും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഭീമമായ നഷ്ടമാണ് അതിനകത്ത് വരിക. അത് വേറെ ഒരു ബിസിനസ്സും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഓപ്ഷൻ ട്രേഡിങ്ങിൽ തന്നെ തിരിച്ചു പിടിക്കണം. നഷ്ടം വന്നു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയൊരു ബാലികറ മലയാണ്. പക്ഷേ ഒരു സീറോയിൽ നിന്നും തുടങ്ങുന്ന ഒരാൾക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് പെട്ടെന്ന് മുന്നേറുക എന്നുള്ളത് വലിയൊരു സാധ്യമായ ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇന്നലത്തെ വീഡിയോ, ഈ ചാനൽ ട്രേഡേഴ്സ് അരീന ഇതുവരെയായിട്ട് 11,600 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ 863 പേര് മാത്രമാണ് കണ്ടിട്ടുള്ളത്. 19 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് എന്താണ്, മാർക്കറ്റിൽ ഇതാരാ, അനസ് ഒലോങ്ക, ഇതെന്താണ്, മാർക്കറ്റിൽ ഓരോ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്ത് കുറേ കാത്തിരുന്നു. സിഇഒ ഒക്കെ കയറിയ പ്രോഫിറ്റ് വന്ന പോലെ സെല്ലാക്കി എന്നിട്ട് പിക്ക് വേണ്ടി കാത്തിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ എന്താ പറയുക, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ മാർക്കറ്റിലുള്ള ആൾക്കാർ പറയുന്നത് വെറുതെ ഒന്നല്ല. നമ്മൾ ട്രെൻഡിൻ്റെ കൂടെ പോകണം. വെറുതെ കാത്തിരുന്നിട്ട് ഇത് ബസ്സൊന്നും അല്ലല്ലോ, പോയ വഴിക്ക് റൂട്ടിലോടുന്ന ബസ്സാണെങ്കിൽ പറയാം അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് ഈ വഴിക്കാണല്ലോ തിരിച്ചു വരേണ്ടതെന്നുള്ളത്. ഇതങ്ങനെയൊന്നുമല്ല. ഇത് പോയ വഴിക്ക് മുകളിലോട്ടാണ് പോകുന്നത്, ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് തിരിച്ചു വരും എന്നുള്ളത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. താഴോട്ട് പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും താഴെ സീറോയിലെത്തിയിട്ട് തിരിച്ചു പൊങ്ങി വരും എന്നുള്ളത്. സോ ബെറ്റർ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുക. അതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ദെൻ വിജയകുമാർ തെറ്റിക്കാട്ടിൽ, താങ്ക് യു വെരി മച്ച്. ഇദ്ദേഹം എൻ്റെ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന ആളാണ്. താങ്ക് യു വെരി മച്ച്. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നതാണത്. ദെൻ ഇവിടെ എന്താണ്, മ്യൂസിക് ആൻഡ് വീഡിയോസ് ഇന്നും മികച്ച ലാഭം തന്നു ബാങ്ക് നിഫ്റ്റി, 10,134 പ്രോഫിറ്റ്. താങ്ക് യു വെരി മച്ച്. ദെൻ ഇവിടെ ഇന്ന് രാവിലത്തെ മാർക്കറ്റ് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്ന 768 പേരാണ്. ദെൻ അതിൽ മനു ജോർജ്, ചൈന പല ഇൻ്റർനെറ്റ് സർവീസുകളും ബ്ലോക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ചൈനീസ് കൊളീഗ് ഉണ്ടായിരുന്നു. ചൈനയിൽ അവർ ഗൂഗിൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ബെയ്തു എന്ന അവരുടെ സെർച്ച് എഞ്ചിൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ചൈന പല ഇൻ്റർനെറ്റ് സർവീസും ബ്ലോക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും എന്തായാലും ChatGPT ബ്ലോക്ക് ചെയ്തതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു. രാവിലത്തെ ന്യൂസിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസായിട്ട് അവതരിപ്പിച്ചിരുന്നു. മനു ജോർജ് അഗൈൻ, ഋഷിദ് ഭായ് ഫേക്ക് അക്കൗണ്ട് തുടങ്ങി എന്നതിനർത്ഥം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരു അധോലോകമായി മാറി എന്നാണ്. എൻ്റെ മുഖം അധോലോകമൊന്നും ആവണ്ട, ഇവിടെ എങ്ങനെയും സൈഡിലൂടെ ജീവിച്ചു പോയാൽ മതി. ഉറക്കം കെടുത്തുന്ന രീതിയിൽ ഈ പ്രശ്നങ്ങൾ എന്താ പറയുക അലമ്പാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Then Xavier George, good morning boss, good information about scams. Thank you very much brother. എല്ലാവരും അലേർട്ടായിരിക്കുക. ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടിരുന്നു. ഏതോ ഒരു നമ്മുടെ മലയാളം ചാനലാണ്, ന്യൂസ് 18 ഏതോ എണ്ണത്തിൽ ആലപ്പുഴ ആ ഭാഗത്തുള്ള ഒരു ഡോക്ടറുടെ അടക്കം, അതും അതേപോലെ ഇൻഫോസിസിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയറിൻ്റെ കാശൊക്കെയാണ്. ഇവരൊക്കെ ഓൺലൈൻ സ്കാമല്ല, ഇത് ഓൺലൈൻ സ്കാമാണെന്ന് അറിയാതെ, അതായത് ഒരു 7 കോടി രൂപയൊക്കെ എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 കോടി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 7 കോടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ കയ്യിലുള്ള മുഴുവൻ എടുത്ത് കൊടുക്കില്ലല്ലോ.
അപ്പോൾ അതും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സൊക്കെ ഇങ്ങനെയുള്ള ട്രാപ്പിൽ പെടുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ്. എനിവേ, കമൻസ് ഇട്ട് എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് രാവിലെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.